നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക, അവരുടെ പേര് 3 പ്രാവശ്യം പറയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 5 ഓഫ് വാണ്ട്സ് ആണ്. 9 ഓഫ് കപ്സ്, 3 ഓഫ് കപ്സ്, പേജ് ഓഫ് സോർഡ്സ്, strength, Two of Pentacles, The Hanged Man. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ കാർഡുകൾ നോക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാവുന്ന കാര്യം പറയട്ടെ. തീർച്ചയായും അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. പേജ് ഓഫ് സോർഡ്സ് കാർഡ് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തരുന്ന കാർഡാണ്. ഈ വ്യക്തി നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റുള്ളവരിലൂടെയോ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്തു ചെയ്യുന്നു, ആരുമായാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അറിയാൻ ഇവർക്ക് കൗതുകമുണ്ട്. അവർ അതിന് ശ്രമിക്കുന്നുമുണ്ട്. അവർ നേരിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നില്ല, മാറി നിന്ന് മറ്റൊരു കോണിലൂടെ നിങ്ങളെ നിശബ്ദമായി വീക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ വലിയൊരു സംഘർഷം നടക്കുന്നുണ്ടെന്ന് ബോട്ടം കാർഡായ 5 ഓഫ് വാണ്ട്സ് സൂചിപ്പിക്കുന്നു. നിങ്ങളെ സമീപിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. സ്ട്രെങ്ത് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാനുള്ള ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും അവർ തങ്ങളുടെ വികാരങ്ങളെ വളരെ കഷ്ടപ്പെട്ട് നിയന്ത്രിച്ചു നിർത്തുകയാണ്. പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ അവർ ധൈര്യം സംഭരിക്കുകയാണ്. 3 ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച നല്ല നിമിഷങ്ങൾ, ചിരികൾ, പരസ്പരമുള്ള ഒത്തുചേരലുകൾ എന്നിവയൊക്കെ അവർ ഇപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾക്കൊപ്പമോ അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും മാത്രമായോ ഉള്ള സന്തോഷകരമായ ആ പഴയ കാലം അവരുടെ മനസ്സിൽ ഇപ്പോഴും സജീവമാണ്. 9 ഓഫ് കപ്സ് ആഗ്രഹപൂർത്തീകരണത്തിൻ്റെ കാർഡാണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ലഭിച്ച ആത്മസംതൃപ്തിയും സന്തോഷവും അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോടൊപ്പമാണ് അവർ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായിരുന്നത് അല്ലെങ്കിൽ സന്തുഷ്ടയായിരുന്നത് എന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവർ നിങ്ങളെ നോക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റോ അവർ നിങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മനസ്സിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വലിയ ആശയക്കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ട് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ച് അവർ ഇപ്പോൾ മുന്നോട്ട് വരാതെ മാറി നിന്ന് നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ ഉള്ളിലുണ്ട്, നിരീക്ഷണവുമുണ്ട്. പക്ഷേ തൽക്കാലം ഒരു ആക്ഷനുമില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കും പ്രപഞ്ചത്തിനും നന്ദി. നമസ്കാരം.